ഹലോ ഗൈസ്, ഇതൊരു ഗെറ്റ് റെഡി വിത്ത് മീ ആണ്. ഞാനൊരു സിനിമയ്ക്ക് പോകുന്നുണ്ട്. ഉച്ചയ്ക്കാണ് പോകുന്നത് കേട്ടോ. ഞാൻ വിൻഡോയുടെ ഓപ്പോസിറ്റ് ഇരിക്കണ കാരണം കൊണ്ട് ഭയങ്കര ലൈറ്റ് ഫീൽ ചെയ്യണതാണ് കേട്ടോ. സോ എൻ്റെ നല്ല ആക്നി പ്രോൺ സ്കിന്നാണ്. സോ എനിക്ക് കൂടുതൽ മേക്കപ്പ് ഒന്നും ഒരു മേക്കപ്പ് പ്രോഡക്ട്സും എനിക്ക് പറ്റില്ല. സോ ഞാൻ യൂസ് ചെയ്യാറുള്ളത് ഈ ഒരു സൺസ്ക്രീനാണ്. ഈ കാണിച്ചില്ലേ യു വി ഡോക്സിൻ്റെ ഈ സൺസ്ക്രീനാണ്. ഇത് മാത്രമേ എനിക്ക് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ പിന്നെ മോയ്സ്ചറൈസർ ഉണ്ട്. അപ്പോൾ മോയ്സ്ചറൈസിങ്ങിൻ്റെ ആവശ്യമില്ലാന്ന് തോന്നിയെന്ന് വെച്ചാൽ ഞാൻ കുടിച്ച് വന്നേ ഉള്ളൂ. സോ അപ്പോൾ ഞാൻ മോയ്സ്ചറൈസർ യൂസ് ചെയ്യാണ്ട് നേരെ തന്നെ സൺസ്ക്രീൻ യൂസ് ചെയ്തു. മഴയാണ്, സൂര്യനൊന്നും ഇല്ലെങ്കിൽ പോലും നമ്മൾ ചെറിയ രീതിക്ക് സൺസ്ക്രീൻ യൂസ് ചെയ്യണമല്ലോ. പിന്നെ എന്നെ സംബന്ധിച്ച് എനിക്ക് ആകെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്കിൻ കെയർ ഇത് മാത്രമാണ്. സോ ഞാനത് ഒരിക്കലും സ്കിപ്പ് ചെയ്യില്ല. പിന്നെ ലിപ് ബാം സെബാമെഡിൻ്റെയാണ് യൂസ് ചെയ്യുന്നത്. നല്ലതാണ് കേട്ടോ. എനിക്ക് ലിപ് ബാം സ്ഥിരം യൂസ് ചെയ്യണം, അല്ലെങ്കിൽ ലിപ്സിനും കുറച്ച് ഇങ്ങനെ പിമ്പിൾസിൻ്റെ ഒക്കെ മരുന്ന് കഴിക്കുമ്പോൾ നമ്മുടെ ചുണ്ടൊക്കെ ഭയങ്കര ഡ്രൈ ആവും. അപ്പോൾ ഞാൻ മരുന്ന് ഇനിയിപ്പോൾ സ്റ്റോപ്പ് ചെയ്തിരിക്കും, ഇനിയിപ്പോൾ കഴിച്ചു തുടങ്ങണം. ഇത് ഞാൻ ചെറിയൊരു ലിപ്സ്റ്റിക്ക് വാങ്ങിച്ചതാണ്. എപ്പോഴും ലിക്വിഡ് ലിപ്സ്റ്റിക്കാണ് യൂസ് ചെയ്യാറ്. അപ്പോൾ ഒന്ന് ബുള്ളറ്റ് ലിപ്സ്റ്റിക്ക് വാങ്ങാമെന്ന് വെച്ചു. ഡാസ്ലറിൻ്റെയാണ് കേട്ടോ. ഞാൻ അത്ര വിലയുടെ ഒന്നുമില്ല, അത് എത്രയോ 150 രൂപ എന്തോ ആണ്. ഈ ഒരു ലിപ്സ്റ്റിക്കിന് നല്ല കളറാണ്. എനിക്ക് ഇങ്ങനത്തെ കളേഴ്സാണ് ഞാൻ ന്യൂഡ് ഷെയ്ഡ് എനിക്കിഷ്ടമാണ്. പക്ഷേ അതിട്ട് കഴിഞ്ഞാൽ ഈ ലിപ്സ്റ്റിക്ക് ഇട്ടിട്ടില്ല എന്ന് തോന്നും. എല്ലാവരും എന്നെ എന്താണ് ഇങ്ങനെ ചത്ത മീനിൻ്റെ പോലെ ഇരിക്കുന്നുണ്ടെന്നൊക്കെ പറയാറുണ്ട്. അപ്പോൾ ന്യൂഡ് ഷെയ്ഡ്സ് പരമാവധി ഞാൻ യൂസ് ചെയ്യാറില്ല. എനിക്കിഷ്ടമുണ്ട്, പക്ഷേ എൻ്റെ ഒരു ഇതിനെ പറ്റിയ ന്യൂഡ് ഷെയ്ഡ്സ് എൻ്റെ സ്കിന്നിന് പറ്റിയത് എനിക്കിതുവരെ കണ്ടെത്തിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഡാസ്ലറിൻ്റെ ആ ട്രെൻഡിങ് ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു. വാങ്ങി നോക്കിയപ്പോൾ അതെനിക്ക് ചേരുന്നില്ല. അതിൻ്റെ വീഡിയോ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്, ഇതുവരെ പോസ്റ്റ് ചെയ്തിട്ടില്ല. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ ഗെറ്റ് റെഡി വിത്ത് മീ കഴിഞ്ഞു. നിങ്ങൾ വിചാരിക്കും വലിയ സംഭവമൊന്നും ഇല്ലല്ലോ എന്ന്. പിന്നെ സിമ്പിൾ ഒരു വാച്ച് ആണ് എക്സറൈസ് ചെയ്യുന്നത്. പിന്നെ ഞാൻ കമ്മലൊക്കെ നേരത്തെ ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ മണത്തിന് വേണ്ടിയിട്ട് ഇപ്പോൾ അത്തറാണ് യൂസ് ചെയ്യുന്നത്, സ്പ്രേ അല്ല, അത്തറാണ്. അപ്പോൾ അത് അവിടെ ഇവിടെയൊക്കെ വെച്ച് തേക്കുന്നുണ്ട്. സിമ്പിൾ ഗെറ്റ് റെഡി വിത്ത് മീ ആണ്. കുളിച്ച് വന്നിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ എന്തായാലും വണ്ടിയുമേ പോകണം. ഇനിയിപ്പോൾ മുടി കെട്ടി വെക്കാണ്ട് നമുക്ക് ഹെൽമെറ്റ് വെക്കാനും ഇതിനൊന്നും പറ്റില്ല. അത് കാരണം കൊണ്ട് വേറെ ഹെയർ സ്റ്റൈലൊന്നും ഇപ്പോൾ അതിന് വേറെ സ്മൂത്ത് ചെയ്തതിന് ശേഷം ഹെയർ സ്റ്റൈലൊന്നും വേറെ ചെയ്യാറൊന്നുമില്ല. ഇതാണ് ഫൈനൽ ലുക്ക്. ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റ് ചെയ്യൂ.